ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുഭാഷിനു വേണ്ടി ഒരു വിവാഹാലോചന കൊണ്ടുവരികയാണ് ബ്രോക്കർ ദാസപ്പൻ. പെൺകുട്ടിയെ റെസ്റ്റോറന്റിൽ വെച്ച് കാണാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാസപ്പൻ സുഭാഷും ആ പെൺകുട്ടിയും വരുന്നത് കാത്തിരിക്കുകയാണ്. സുഭാഷ് അവിടേക്ക് വരുമ്പോൾ ദാസപ്പൻ ചോദിക്കുന്നു, എന്താ സുഭാഷെ, അനിയന്മാര് വന്നില്ലേ? അപ്പൊ സുഭാഷ് പറയണ, ഇല്ല, ഞാൻ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവരോട് പറയാന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം ഒന്ന് സംസാരിക്കട്ടെ. ദാസപ്പൻ പറയണേ, ഇത് നിന്റെ കല്യാണമാണ്, നിനക്കൊക്കെ ആണെങ്കിൽ തടസ്സം പറയാൻ അവരാരാ? ഈ സമയം അവിടേക്ക് വരികയാണ് ആ പെൺകുട്ടിയും ബ്രദറും. ദാസപ്പൻ പറയുന്നു, സുഭാഷെ, പെണ്ണു വന്നു. സുഭാഷ് നമസ്കാരം പറയുമ്പോൾ ആ പെൺകുട്ടി ഹായ് എന്ന് പറഞ്ഞ് അവിടേക്ക് ഇരിക്കുകയാണ്. ദാസപ്പൻ പറയുന്നു, ഇതാണ് പയ്യൻ, പേര് സുഭാഷ്, മേസ്തിരിയെ ജോലി ചെയ്യുന്നു. സുഭാഷിനെ കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ആ പെൺകുട്ടി പറയുന്നു, അറിയാം, എന്റെ പേര് ജയന്തി, BBA വരെ പഠിച്ചിട്ടുണ്ട്. 2 വർഷത്തിന് മുമ്പ് വരെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പം വർക്ക് ചെയ്യുന്നില്ല. ഇതെന്റെ ആങ്ങള വിനോദ്. സുഭാഷിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ? അപ്പൊ സുഭാഷ് പറയണേ, ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ജയന്തി ചോദിക്കുന്നു, എന്റെ കാര്യങ്ങളൊക്കെ ബ്രോക്കർ പറഞ്ഞായിരുന്നോ? എല്ലാ കാര്യങ്ങളും പറഞ്ഞായിരുന്നു എന്ന് ദാസപ്പൻ പറയുമ്പോൾ സുഭാഷ് പറയണ, ഡിവോഴ്സ് കഴിഞ്ഞതാണെന്ന് പറഞ്ഞു. അപ്പൊ ജയന്തി പറയണേ, ഇല്ല, ഡിവോഴ്സ് ഇതുവരെ ആയിട്ടില്ല, അപ്ലൈ ചെയ്തിട്ടുണ്ട്, കുറച്ചു നാളിനുള്ളിൽ കിട്ടും. ഞാൻ ആദ്യം എന്നെ കുറിച്ച് പറയാം. ഞാനും എന്റെ എക്സ് ഹസ്ബൻഡും പ്രണയിച്ച് കല്യാണം കഴിച്ചവരാ. എന്റെ വീട്ടില് ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ല, വഴക്കിട്ടാണ് കല്യാണം കഴിച്ചേ. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒത്തുപോകുന്നില്ലായിരുന്നു. വഴക്ക് തന്നെയായി. 4-5 വർഷം ആ ജീവിതം എങ്ങനെയൊക്കെയോ മുന്നോട്ട് കൊണ്ടുപോയി. അതിനപ്പുറത്തേക്ക് പറ്റില്ലെന്ന് തോന്നി. കഴിഞ്ഞ 2 വർഷങ്ങളായി ഞാൻ അമ്മയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ഇപ്പോഴാ അയാള് ഡിവോഴ്സിന് സമ്മതിച്ചത്. ഞങ്ങൾക്ക് കുട്ടികളൊന്നുമില്ല. ആ കാര്യത്തിൽ ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ അവനില്ലാതെ ജീവിക്കില്ല എന്ന അയാളുടെ വിചാരം. അത് അയാളുടെ തോന്നൽ മാത്രമാണെന്ന് എനിക്ക് അയാൾക്ക് തെളിയിച്ചു കൊടുക്കണം. ഡിവോഴ്സ് കിട്ടിയാൽ ഉടനെ എനിക്ക് മറ്റൊരു കല്യാണം കഴിക്കണം. എന്റെ വീട്ടിലും അങ്ങനെ തന്നെയാ പറയുന്നത്. അവൻ ചിന്തിക്കുന്നത് പോലെയല്ല, അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് അവന് കാണിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് ഡിവോഴ്സ് അപ്ലൈ ചെയ്ത നാൾ മുതൽ വേറെ പയ്യനെ അന്വേഷിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഞാൻ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? മനസ്സിലാവുന്നുണ്ടെന്ന് സുഭാഷ് പറയുമ്പോൾ ജയന്തി പറയണ, ഇതാണ് എന്റെ പാസ്റ്റ്, നിങ്ങൾക്ക് ഇത് ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് സുഭാഷ് പറയുമ്പോൾ ദാസപ്പൻ പറയണ, ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, മേസ്തിരിക്ക് നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അറിയാം. സുഭാഷിന് സമ്മതമാ. അപ്പൊ ജയന്തി പറയണ, എന്നാലും ഞാൻ ഒരു തവണ ചോദിക്കുന്നത് നല്ലതല്ലേ? നാളെ ഞാൻ ഒന്നും പറഞ്ഞില്ല എന്ന് ഫീൽ ചെയ്യാൻ പാടില്ല. അപ്പൊ സുഭാഷ് പറയുന്നു, ദാസപ്പേട്ടൻ എന്നോടെല്ലാം പറഞ്ഞു, എനിക്കെല്ലാം ഓക്കെയാ. അപ്പൊ ദാസപ്പൻ പറയണ, കേട്ടില്ലേ, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ വിവാഹ നിശ്ചയവും കല്യാണവും എല്ലാം പെട്ടെന്ന് നടത്താം. ഡിവോഴ്സ് കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ കല്യാണം നടക്കും. ഡിവോഴ്സ് ആയതിനു ശേഷം ഒരു ദിവസം പോലും ജയന്തിക്ക് ജയന്തിയുടെ വീട്ടിൽ കഴിയേണ്ടി വരില്ല. അപ്പൊ ജയന്തി പറയണ, അത് തന്നെ എനിക്കും വേണ്ടത്. ഡിവോഴ്സ് കിട്ടിയാൽ ഉടനെ എന്റെ കല്യാണം നടക്കണം. ഒരു ദിവസം പോലും ഞാൻ വീട്ടിലിരിക്കാൻ പാടില്ല. അവിടെ അവനും പെണ്ണ് നോക്കുന്നുണ്ടെന്ന് കേട്ടു. അവന്റെ കല്യാണത്തിന് മുമ്പേ എന്റെ കല്യാണം നടക്കണം. ഇതെല്ലാം സുഭാഷിന് ഓക്കെ ആണോ എന്നറിയാൻ വേണ്ടിയാ ഞാൻ വീണ്ടും പറഞ്ഞത്. എനിക്ക് പ്രശ്നമൊന്നും ഇല്ലാന്ന് സുഭാഷ് പറയുമ്പോൾ ജയന്തി ചോദിക്കണ, സുഭാഷിന് എന്നോടൊന്നും ചോദിക്കാനില്ലേ? എന്താ ചോദിക്കേണ്ടതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ജയന്തി പറയണേ, എന്താണെങ്കിലും ചോദിച്ചോളൂ. അപ്പൊ സുഭാഷ് പറയണേ, എനിക്കൊന്നും ചോദിക്കാൻ തോന്നുന്നില്ല, ജയന്തി എല്ലാം പറഞ്ഞല്ലോ, ഇനി എനിക്കൊന്നും അറിയാനില്ല. ജയന്തി പറയണ, അറ്റ്ലീസ്റ്റ് സുഭാഷിനെ കുറിച്ച് പറയാലോ? അപ്പൊ സുഭാഷ് പറയണ, പറയാലോ. എന്റെ വീട്ടില് എന്റെ 3 അനിയന്മാരും അച്ഛനും ഉണ്ട്. അമ്മ എന്റെ ചെറുപ്രായത്തിലെ മരിച്ചതാ. എന്റെ അനിയന്മാരുടെ പേര് സുധീഷ്, ഹരീഷ്, നികേഷ്. സുധീഷിന്റെ കല്യാണം കഴിഞ്ഞു. സുധീഷിന്റെ ഭാര്യയുടെ പേര് നിധി. നല്ല പെൺകുട്ടിയാ. അനിയന്മാരും നല്ല സ്നേഹമുള്ളവരാ. ഞങ്ങൾ എല്ലാവരും ഒരു വീട്ടിലാ താമസിക്കുന്നത്. ഇന്ന് ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്റെ അനിയന്മാരാണ് എന്റെ ജീവൻ. അവരില്ലാതെ എനിക്കും ഞാനില്ലാതെ അവർക്കും ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റില്ല. പിന്നെ ദാസപ്പേട്ടൻ പറഞ്ഞില്ലേ, ഞാൻ മേസ്തിരിയായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പൊ ജയന്തി പറയുന്നു, ഇതൊക്കെ എനിക്കും അറിയാലോ. സുഭാഷിന് വേറെന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ? സുഭാഷ് ചോദിക്കുന്നത്, ജ്യൂസ് ഓർഡർ ചെയ്യട്ടെ? പുഞ്ചിരിച്ച് ജയന്തി പറയണ, ഞാൻ പറയാം. അങ്ങനെ അവർ ജ്യൂസ് കുടിച്ച് സന്തോഷത്തോടു കൂടി സംസാരിക്കുകയാണ്. തുടർന്ന് രാത്രി സുഭാഷിന്റെ ഫോണിലേക്ക് വിളിച്ച ദാസപ്പൻ നാളെ ജയന്തിയുടെ വീട്ടുകാർ കിളിക്കൂട്ടിലേക്ക് വരുന്ന കാര്യം പറയുകയാണ്. നാളെ ഒന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ദാസപ്പൻ പറയുകയാണ്, അതെ, നാളേക്ക് പെൺവീട്ടുകാർക്ക് വീട് കാണണ്ടേ? പെണ്ണ് ഓക്കെ പറഞ്ഞില്ലേ, ഇനി അടുത്ത ഘട്ടം വേണ്ടേ? നാളെ നല്ല ദിവസമാ, അതാ അവരങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ സുഭാഷ് പറയണ, ഇതുവരെ ഞാൻ വീട്ടിൽ ആരോടും ഇത് പറഞ്ഞിട്ടില്ല. ഇത് കേട്ട് ദാസപ്പൻ പറയണ, ഇപ്പൊ പറയണം. അവര് നാളെ വൈകുന്നേരം 5 മണിക്ക് വരും. അതിനുള്ളിൽ വീട്ടിൽ പറഞ്ഞ് ഒരുങ്ങിയിരിക്കണം. സുഭാഷ് ടെൻഷനോടുകൂടി ആലോചിച്ച് കേൾക്കുന്നു. അടുത്ത ദിവസം രാവിലെ സുഭാഷ് മനസ്സിൽ പറയുകയാണ്, ആ പെണ്ണിനെ കണ്ട് സംസാരിച്ച് ഓക്കെ പറഞ്ഞു. ഇവിടെ ആരോടും ഇത് പറഞ്ഞിട്ടുമില്ല. എങ്ങനെ ഈ സംസാരം തുടങ്ങി വെക്കും? അവിടേക്ക് വന്ന നിധി കാര്യം അന്വേഷിക്കുമ്പോൾ സുഭാഷ് ടെൻഷനോടുകൂടി നിൽക്കുകയാണ്. കോളേജിലേക്ക് പോകാനായി ഒരുങ്ങി അവിടേക്ക് വന്ന നികേഷ് ടിഫിൻ ബോക്സ് ചോദിക്കുമ്പോൾ കറിയുടെ ടേസ്റ്റ് നോക്കണോന്ന് ചോദിച്ച് തവിയിൽ കറി എടുത്ത് നികേഷിന്റെ നേരെ നീട്ടുകയാണ് സുഭാഷ്. ഇത് കണ്ട് സംശയത്തോടു കൂടി മുഖത്തോട് മുഖം നോക്കുകയാണ് നികേഷും നിധിയും. നികേഷ് പറയാണ്, ആരും അറിഞ്ഞ കറിയുടെ ടേസ്റ്റ് നോക്കണമെന്ന് ടിഫിൻ ബോക്സ് അല്ലേ ചോദിച്ചത്? ഇത് കേട്ട് സുഭാഷ്, അയ്യോ, ഞാൻ അതങ്ങ് മറന്നുപോയി. ഇതാ ടിഫിൻ ബോക്സ് എന്ന് പറഞ്ഞ് എടുത്തു കൊടുക്കുകയാണ്. അത് വാങ്ങി തുറന്നു നോക്കുമ്പോൾ അതിനകത്തൊന്നുമില്ല. നികേഷ് ചോദിക്കുന്നു, എന്താ സുഭാഷ് ഏട്ടാ ഇത്? അയ്യോ, ഞാൻ മറന്നു പോയതാടാന്ന് പറഞ്ഞ് സുഭാഷ് ഭക്ഷണം എടുത്തു വെക്കുകയാണ്. എന്ത് പറ്റി സുഭാഷ് ഏട്ടാന്ന് നിധി ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുകയാണ് സുഭാഷ്. ഇത് കേട്ടുകൊണ്ട് എവിടേക്ക് വന്ന ഹരീഷ് പറയുന്നു, ഞാനും രാവിലെ മുതൽ ശ്രദ്ധിക്കുന്നതാ, രാത്രിയൊന്നും ഉറങ്ങിയിട്ടില്ല, എന്തോ ആലോചിച്ച് കിടക്കുക
സംസാരിക്കുകയായിരുന്നു. അപ്പൊ സുഭാഷ് പറയണ, ഒന്നുമില്ലടാ, നിങ്ങൾക്ക് തോന്നിയതാ, എനിക്ക് ഒരു ടെൻഷനും ഇല്ല, നിങ്ങൾ പോയിട്ട് വാ. ഇത് കേട്ട് എല്ലാവരും അവിടെ വന്ന് പോവുകയാണ്. തുടർന്ന് നിധിയുടെ ഓഫീസിലേക്ക് വന്ന് നിധിയെ കാണുകയാണ് സുഭാഷ്. നിധി കാര്യം അന്വേഷിക്കുമ്പോൾ സുഭാഷ് പറയണ, മോളോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ആ ബ്രോക്കറെ കണ്ടായിരുന്നു, ഒരു പെണ്ണിന്റെ കാര്യം പറഞ്ഞു. ആ പെണ്ണിന്റെ വീട്ടുകാരെ നമ്മുടെ വീട് കാണാൻ വരുന്നുണ്ടെന്ന്. ഇത് കേട്ട് നിധി പറയണ, നല്ല കാര്യമാണല്ലോ, ഇത് പറയാനാണോ സുഭാഷിയുടെ മടിച്ചതെന്ന്? നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ലീവ് എടുത്തേനെ. അപ്പൊ സുഭാഷ് പറയണ, ഇന്ന് നല്ല ദിവസമാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് അവര് ഇന്ന് വരുന്നത്. എനിക്ക് നേരത്തെ ഒന്നും പറയാൻ പറ്റിയില്ല. നിധി പറയണ, അത് സാരമില്ല സുഭാഷേട്ടാ, പെണ്ണാരാ, വീടെവിടാ, അന്വേഷിച്ചായിരുന്നോ? ഞാൻ വേണമെങ്കിൽ സുധീഷിനോട് പറഞ്ഞ് അന്വേഷിപ്പിക്കാം. അപ്പൊ സുഭാഷ് പറയണ, അതൊന്നും വേണ്ട മോളെ, ഞാൻ അന്വേഷിച്ചു. നിധി ചോദിക്കുന്നു, സുഭാഷേട്ടൻ അന്വേഷിച്ചെന്നോ? അറിയാവുന്ന പെണ്ണാണോ? നേരത്തെ കണ്ടിട്ടുള്ളതാണോ? അപ്പൊ സുഭാഷ് പറയണ, എനിക്ക് അറിയാവുന്ന പെൺകുട്ടിയൊന്നും അല്ല മോളെ. ബ്രോക്കർ ആ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ചെന്ന് കണ്ടായിരുന്നു, ആ കുട്ടിയുമായി സംസാരിക്കുകയും ചെയ്തു. നിധി ചോദിക്കുന്നു, ഇതെപ്പോ നടന്നു സുഭാഷേട്ടാ? 2 ദിവസം മുമ്പ് പോയി കണ്ടായിരുന്നു എന്ന് സുഭാഷ് പറയുമ്പോൾ നിധി പറയണ, 2 ദിവസം മുമ്പോ? എന്നിട്ടൊരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ സുഭാഷേട്ടൻ തനിച്ചു പോയി കണ്ടോ? അതേന്ന് സുഭാഷ് പറയുമ്പോൾ നിധി ചോദിക്കുന്നു, സത്യമാണോ? എന്താ സുഭാഷേട്ടൻ ഞങ്ങളോട് പറയാഞ്ഞത്? പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായേനല്ലോ. പെണ്ണിനെ കണ്ട് തീരുമാനം എടുത്തിട്ടാ സുഭാഷേട്ടനൊപ്പം പറയുന്നത്. അപ്പൊ സുഭാഷ് പറയണ, ഓരോ തവണയും നമ്മൾ എല്ലാവരും പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുന്നു, അത് ശരിയാകുന്നില്ല. അതുകൊണ്ടാ ഞാൻ തനിച്ചു പോകാന്ന് വിചാരിച്ചത്. നമ്മൾ എല്ലാവരും കൂടി പോയി നടന്നില്ലെങ്കിൽ പിന്നെ അത് നിങ്ങൾക്ക് വിഷമമാകില്ലേ? ആ കുടുംബത്തെക്കുറിച്ചും നമ്മുടെ കുടുംബത്തെക്കുറിച്ചും ഒക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. എനിക്കെല്ലാം ഓക്കെ ആണെന്ന് തോന്നി. അത് അവര് വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞത്. ഇത് അനിയന്മാരോട് എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. എനിക്ക് വേണ്ടി മോൾ അവരോട് പറയോ? അപ്പൊ നിധി പറയണ, സുഭാഷേട്ടൻ എന്തിനാ അവരോട് പറയാൻ മടിക്കുന്നത്? ഇക്കാര്യം സുഭാഷേട്ടൻ അവരോട് പറഞ്ഞാൽ എന്നെക്കാളും കൂടുതൽ സന്തോഷിക്കുന്നത് അവരായിരിക്കും. അപ്പൊ സുഭാഷ് പറയണ, അത് ശരിയല്ല, മോള് തന്നെ പറഞ്ഞാൽ മതി എനിക്ക് വേണ്ടി. ഇത് കേട്ട് നിധി ചോദിക്കുന്നു, ശരി ഞാൻ പറയാം, എപ്പോഴാ അവര് വരുന്നേ? സുഭാഷ് പറയണ, 5 മണിക്ക്. അപ്പൊ നിധി പറയണ, എല്ലാവരും ആ സമയത്ത് വീട്ടിലുണ്ടായിരിക്കും, ഞാൻ 3 മണിക്ക് എത്തിയേക്കാം. അപ്പൊ സുഭാഷ് പറയണ, അതൊന്നും വേണ്ട മോളെ, മോക്ക് ഇവിടെ ജോലി ഉള്ളതല്ലേ, മോളൊരു 4 മണി അല്ലെങ്കിൽ 4:45 വന്നാലും മതി. അപ്പൊ നിധി പറയണ, ഒരുപാട് ജോലി ഒന്നും ഇല്ല സുഭാഷേട്ടാ, നേരത്തെ വന്നാലല്ലേ വീടൊക്കെ റെഡിയാക്കാൻ പറ്റും, ഞാൻ വരാം, എല്ലാ ഏർപ്പാടുകളും ചെയ്യാം. ശരി മോളെ, ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞ സുഭാഷ് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് വീട്ടിലേക്ക് വന്ന നിധി സുധീഷിനോട് ചോദിക്കുന്നു, സുധീഷ് എത്തിയോ? അപ്പൊ സുധീഷ് പറയണ, നിധിയല്ലേ പറഞ്ഞത് നേരത്തെ വരണമെന്ന്. എന്താ നിധി? ചുറ്റും നോക്കി നിധി ഹോളൊക്കെ വൃത്തിയാക്കുകയാണ്. സുധീഷ് സംശയത്തോടു കൂടി മനസ്സിൽ പറയുന്നു, എന്താ ഇത്ര ധൃതി? എന്താ നിധി കാര്യമെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയണ, ആ ചെയറെല്ലാം ഒന്ന് നേരെ ഇട്ടേ സുധീഷ്, കാര്യം എന്താന്ന് വെച്ചാ പറയുന്ന സുധീഷ് പറയുമ്പോൾ നിധി പറയണ, സുധീഷ് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്ക്, പിന്നീട് പറയാം. സുധീഷ് ചോദിക്കുന്നു, ആരെങ്കിലും വരുന്നുണ്ടോ? നിധിയുടെ അച്ഛനും അമ്മയാണോ അതോ ഏട്ടത്തിയാണോ? അയ്യോ, ബാത്റൂം ക്ലീൻ ആയിട്ടിരിക്കുകയാണോ എന്നറിയില്ലല്ലോ, ഏട്ടത്തി വൊമിറ്റ് ചെയ്യുമല്ലോ. അപ്പൊ നിധി പറയണ, എന്റെ വീട്ടിൽ നിന്ന് ആരും വരുന്നില്ല. സുധീഷ് ചോദിക്കുന്നു, പിന്നെ ആരാ വരുന്നേ? ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ അടുക്കളയിലേക്ക് പോയി നിധി പാത്രങ്ങളൊക്കെ കഴുകുകയാണ്. സുധീഷ് ചുമ്മാ നിൽക്കുമ്പോൾ നിധി പറയുന്നു, സുധീഷ് നോക്കി നിൽക്കാതെ ഈ പാത്രങ്ങളെല്ലാം കഴുകി വെക്കുക. അങ്ങനെ നിധി സുധീഷിനെ പാത്രം കഴുകാൻ ഏൽപ്പിക്കുകയാണ്. ഈ സമയം ഏട്ടത്തിന്ന് വിളിച്ച് വീട്ടിലേക്ക് വരികയാണ് നികേഷും ഹരീഷും. ഇതാ വരുന്നിട നികേഷ് എന്ന് പറഞ്ഞ് സുധീഷ് ഹോളിലേക്ക് പോകാനായി തുടങ്ങുമ്പോൾ നിധി പറയണ, അവരെന്നെയല്ലേ വിളിച്ചത്, സുധീഷ് പോയി പാത്രം കഴുകുക. തുടർന്ന് നിധി ഹോളിലേക്ക് വരുമ്പോൾ സുധീഷ് ചോദിക്കണ, എന്താ നിധി എല്ലാവരോടും വരാൻ പറഞ്ഞത്, കാര്യം എന്താന്ന് വെച്ചാ പറ. നിധി പറയണ, സുഭാഷേട്ടനൊരു വിവാഹാലോചന വന്നിട്ടുണ്ട്, കുറച്ച് സമയത്തിനുള്ളിൽ പെണ്ണിന്റെ വീട്ടുകാർ സുഭാഷേട്ടനെ കാണാൻ ഇങ്ങോട്ട് വരും. ഇത് കേട്ട് എല്ലാവരും സംശയത്തോടു കൂടി മുഖത്തോട് മുഖം നോക്കുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, ഏട്ടത്തെ ഏർപ്പാടാക്കിയതാണോ? അപ്പൊ നിധി പറയണ, അല്ല, എല്ലാം സുഭാഷേട്ടൻ തന്നെ ഏർപ്പാടാക്കിയതാ. ഇത് കേട്ട് വിശ്വസിക്കാനാകാതെ സുധീഷ് ചോദിക്കുന്നു, സുഭാഷേട്ടനോ? നിധി പറയണ, അതെ, സുഭാഷേട്ടൻ തന്നെ ബ്രോക്കറിനെ കണ്ട് സംസാരിച്ച് ആ പെണ്ണിനെ തനിച്ച് മീറ്റ് ചെയ്ത് സംസാരിച്ച് ഓക്കെ പറഞ്ഞു. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി സംശയത്തോടു കൂടി മുഖത്തോട് മുഖം നോക്കുകയാണ്. ഹരീഷ് ചോദിക്കുന്നു, സുധീഷേട്ടൻ ഇത് അറിഞ്ഞായിരുന്നു എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, എന്നെ നോക്കണ്ട നിങ്ങള്. നിധി അവരോട് സംസാരിച്ച് ഓക്കെ പറഞ്ഞു, ഇതൊക്കെ എപ്പോ നടന്നു? അപ്പൊ നിധി പറയണ, അതൊക്കെ എപ്പോഴോ നടന്നു, നമ്മൾ അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. ഓരോ തവണയും നമ്മൾ എല്ലാവരും കൂടി പോയി പെണ്ണ് കണ്ട് നടക്കാതെ വരുമ്പോൾ എല്ലാവരും വിഷമിക്കത്തില്ലേ, അതുകൊണ്ടാ സുഭാഷേട്ടൻ തനിച്ചു പോയത്. സുഭാഷേട്ടൻ ആ പെൺകുട്ടി ഓക്കെയാ, അതുകൊണ്ടല്ലേ അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. സുഭാഷേട്ടൻ ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ എന്നാ ഹരീഷ് പറയുമ്പോൾ നിധി പറയണ, സുഭാഷേട്ടനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല ഹരീഷെ, നമ്മൾ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയാ നമ്മളോട് ഒരു വാക്കുപോലും പറയാതിരുന്നത്. ഇതിപ്പം ഓക്കെ ആണെന്ന് തോന്നിയത് കൊണ്ടാ എല്ലാവരെയും അറിയിച്ചത്. രാവിലെ ഓഫീസിൽ വന്നാണ് എന്നോട് പെണ്ണിന്റെ വീട്ടുകാർ വരുന്ന കാര്യം പറഞ്ഞത്. സമയം കളയാതെ വീടൊക്കെ വൃത്തിയാക്ക്. സുധീഷ് പറയണ, ശരിക്കും സുഭാഷേട്ടനാണോ ഇതെല്ലാം ഏർപ്പാടാക്കിയത്? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഹരീഷ് പറയണ, അതെ എനിക്ക് മനസ്സിലാവാത്ത സുധീഷേട്ടാ, പെണ്ണു കാണാൻ വിളിച്ചാല് എന്താ ഏതാ അങ്ങനെ 1000 ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങനെയുള്ള ഒരാൾ ഇപ്പം സ്വന്തം കല്യാണത്തിന്
വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തോ? നിധി പറയണ എന്തായാലും സുഭാഷേട്ടന് കല്യാണത്തിന് തയ്യാറായല്ലോ, എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമല്ലേ. പിന്നെന്താ സുധീഷ് പോയി കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ചോണ്ട് വാ, നല്ല കടയിൽ നിന്ന് വാങ്ങണേ. ഹരീഷ് ചോദിക്കുന്നു പെണ്ണ് ആരാ എന്താന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? അപ്പൊ നിധി പറയണ എന്നോടൊന്നും പറഞ്ഞില്ല ഹരീഷ്, ഞാനും അതിനെക്കുറിച്ച് ചോദിച്ചില്ല, വീട്ടിലേക്ക് വരുന്നുണ്ടല്ലോ അപ്പൊ സംസാരിക്കാമെന്ന് കരുതി. തുടർന്ന് എല്ലാവരും ജയന്തിയുടെ വീട്ടുകാർ വരുന്നത് കാത്തു നിൽക്കുകയാണ്. ഭാസ്കരൻ ദേഷ്യത്തോടു കൂടി ഇരിക്കുന്നു. ഭാസ്കരൻ ചോദിക്കുന്നു പെണ്ണിന്റെ വീട്ടുകാര് മുറ്റത്ത് വരുമ്പോഴാണോടാ എന്നോട് പറയുന്നത്? ഇതൊക്കെ നേരത്തെ പറഞ്ഞൂടെ എന്നോട്? നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ സാർ എന്ത് ചെയ്യുമായിരുന്നു എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയണേ എന്തെങ്കിലും ചെയ്യും, എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? അപ്പൊ നിധി പറയണേ അച്ഛാ, സുഭാഷേട്ടൻ ഞങ്ങളോടും ഇപ്പോഴാ പറഞ്ഞത്, അവര് വന്നതിന് ശേഷം എങ്ങനെ പെരുമാറണമെന്ന് അച്ഛൻ അറിയാലോ. അപ്പൊ ഭാസ്കരൻ പറയണേ എങ്ങനെ പെരുമാറണമെന്നോ, എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ സംസാരിക്കണം, ഇതൊക്കെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുമോ? അപ്പൊ നിധി പറയണേ ട്രെയിനിങ് തന്നില്ലെങ്കിൽ എല്ലാം കുളമാക്കില്ലേ, മര്യാദയ്ക്ക് അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അവരോട് സംസാരിക്കണം. ഭാസ്കരൻ ചോദിക്കുന്നു ഇത്രയും നാളും ഞാനാരാ, ഇവരുടെ ചിറ്റപ്പനായിരുന്നോ? അച്ഛനായിട്ട് തന്നെയല്ലേ ഇരുന്നത്, നിങ്ങൾ അവസാന നിമിഷമല്ലേ ഇതെന്നോട് പറയുന്നത്? ശരിക്കും ഞാൻ ഇതിൽ പങ്കെടുക്കാൻ പാടില്ല. ഹരീഷ് ചോദിക്കുന്നു ന്യായത്തെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പയ്യന്റെ ഉത്തരവാദിത്തമുള്ള അച്ഛനായിട്ട് നിങ്ങൾ വേണം ഇതെല്ലാം ചെയ്യേണ്ടിയിരുന്നത്, പക്ഷെ ഇവിടെ സുഭാഷേട്ടൻ തന്നെ എല്ലാം ചെയ്തിരിക്കുക. ഒരച്ഛനായിട്ട് മുന്നിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ വയ്യേ? അപ്പൊ നിധി പറയണ മതി, അവര് വരാൻ സമയമാകുന്നു, അച്ഛൻ പോയി റെഡിയാകാം. അപ്പൊ ഭാസ്കരൻ പറയണ അവരെന്താ എന്നെ കാണാനാണോ വരുന്നത്, ഞാൻ റെഡിയാകാൻ? നിധി പറയണ തർക്കിക്കാൻ നിൽക്കാതെ അച്ഛൻ പോയി റെഡിയാകും. ഇത് കേട്ട് ഭാസ്കരൻ പറയണേ ശരി ഞാൻ പോയി റെഡി ആയിട്ട് വരാം. എന്താ ചെയ്യുക എന്ന് പറഞ്ഞ ഭാസ്കരൻ അകത്തേക്ക് പോവുകയാണ്. സുഭാഷ് റെഡിയായി പുറത്ത് നിൽക്കുകയാണ്. അരികിലേക്ക് വന്ന സുധീഷ് പറയുന്നു സുഭാഷേട്ടാ മഴ വരുന്നുണ്ട്, സുഭാഷേട്ടൻ ഇവിടെ തന്നെ നിൽക്കുകയാണോ? അവരിങ്ങി വരും, സുഭാഷേട്ടൻ അകത്തേക്ക് കയറുക. ഞങ്ങളോട് പോലും ഒരു വാക്ക് പോലും പറയാതെ സുഭാഷേട്ടൻ പെണ്ണിനെ കണ്ട് ഓക്കെ പറഞ്ഞതല്ലേ, ഇത് വെറും ഫോർമാലിറ്റി അല്ലേ? ഇതിനാണോ സുഭാഷേട്ടൻ ഇങ്ങനെ ടെൻഷൻ ആകുന്നേ? നമ്മുടെ വീട് ഇഷ്ടപ്പെടില്ലെന്ന് പേടിക്കുന്നുണ്ടോ? അതൊക്കെ അവർക്ക് ഇഷ്ടപ്പെടും, സുഭാഷേട്ടൻ പേടിക്കാതെ വാ. ഈ സമയം ബ്രോക്കർ ദാസപ്പനും ജയന്തിയുടെ വീട്ടുകാരും അവിടേക്ക് വരികയാണ്. ഒപ്പം ജയന്തിയുണ്ട്. ഹരീഷ് പറയുന്നു നികേഷേ അവര് വന്നു. സുഭാഷും സുധീഷും സന്തോഷത്തോടുകൂടി അവരെ എല്ലാവരെയും സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. എല്ലാവരും ചുറ്റും നോക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നു എന്തെങ്കിലും നോക്കുന്നത്, സ്വന്തം വീടാ, ചുറ്റുമുള്ള സ്ഥലവും നമ്മുടേതാ, നിങ്ങൾ ആരാണെന്ന് ഒരാൾ ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുകയാണ് എന്റെ പേര് ഭാസ്കരൻ, സുഭാഷിന്റെ അച്ഛൻ. ഇവനൊന്നും പറഞ്ഞില്ലേ, നീ എന്താടാ ഇതൊന്നും നേരത്തെ പറയാഞ്ഞത്? നിധി പറയുന്നു സുഭാഷേട്ടാ എല്ലാവരെയും പരിചയപ്പെടുത്ത്. സുഭാഷ് പറയുന്നു ഇത് എന്റെ അച്ഛൻ ഭാസ്കരൻ, ഇത് സുധീഷ് എന്റെ ആദ്യത്തെ അനിയൻ, ഇത് ഹരീഷ് രണ്ടാമത്തെ അനിയൻ, ഇത് ഏറ്റവും ഇളയ അനിയൻ നികേഷ്, ഇത് നിധി. അപ്പൊ സുധീഷ് പറയണ നിധി എന്റെ വൈഫാ. നിധി പുഞ്ചിരിച്ച് നമസ്കാരം പറയുകയാണ്. ദാസപ്പൻ പറയുന്നു അനിയന്റെ കല്യാണം നേരത്തെ കഴിഞ്ഞു, ലവ് മാരേജ് ആയിരുന്നു. അപ്പൊ ജയന്തി പറയണ അതറിയാലോ. ജയന്തിയുടെ അച്ഛൻ പറയുന്നു അത് ബ്രോക്കർ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. ഭാസ്കരൻ പറയണ മോളെ നോക്കി നിൽക്കാതെ ചായയും പലഹാരങ്ങളും കൊണ്ടുവയ്ക്ക്. ഇത് കേട്ട് നിധി നികേഷിനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവുകയാണ്. സുഭാഷ് ടെൻഷനോടുകൂടി നിൽക്കുന്നു. ജയന്തി ചുറ്റും നോക്കുമ്പോൾ നിധി പറയുന്നു റൂമൊക്കെ കാണാം, വരൂ. അങ്ങനെ നിധി ജയന്തിയും കൂട്ടി റൂമിന്റെ അരികിലേക്ക് പോകുമ്പോൾ നികേഷ് പറയുകയാണ് ഈ ഇരിക്കുന്നത് പെണ്ണിന്റെ അച്ഛനും അമ്മയും, പക്ഷെ ഈ റൂമൊക്കെ നോക്കുന്നത് ആരാ? ഹരീഷ് പറയണ പെണ്ണിന്റെ ചേച്ചിയായിരിക്കും, അവിടെ മറ്റൊരു മുറിയുണ്ട്, വാ കാണാന്ന് പറഞ്ഞ് നിധി ആ റൂമും കാണിക്കുകയാണ്. ജയന്തി ടെൻഷനോടുകൂടി ചുറ്റും നോക്കുമ്പോൾ സുധീഷ് പറയുന്നു റൂമില് സാധനങ്ങളൊന്നും ഇല്ലെന്ന് വിചാരിക്കേണ്ട, കല്യാണത്തിന് മുമ്പേ എല്ലാ സാധനങ്ങളും എത്തിക്കും. ജയന്തിയുടെ അമ്മ ചോദിക്കുന്നു സുഭാഷ് അല്ലേ മൂത്ത പയ്യൻ, അപ്പം എല്ലാ ഉത്തരവാദിത്വവും സുഭാഷിനായിരിക്കുമല്ലോ. ഹരീഷ് പറയുന്നു അങ്ങനെയൊന്നുമില്ല, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇപ്പം ഞങ്ങൾക്ക് നോക്കാമല്ലോ, സുഭാഷിന് ഞങ്ങൾ വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും കൊടുക്കില്ല. സുധീഷ് പറയുന്നു നിങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ദാസപ്പൻ പറയണ അത് പറയാൻ മറന്നുപോയി, ഇത് പെണ്ണിന്റെ അച്ഛൻ, ഇത് പെണ്ണിന്റെ അമ്മ, ഇത് ചെറിയമ്മ. ജയന്തി ഒന്ന് ശ്രദ്ധിച്ചിട്ട് സുധീഷ് ചോദിക്കുന്നു ഇതാരാ, പെണ്ണിന്റെ ചേച്ചിയാണോ അതോ ഏട്ടത്തിയോ? ഇത് കേട്ട് സുഭാഷ് ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ പുഞ്ചിരിച്ച് സുഭാഷിനെ ഒന്ന് നോക്കിയിട്ട് ജയന്തി പറയുന്നു ഞാനാ പെണ്ണ്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി സുഭാഷിനെ നോക്കുകയാണ്. മനസ്സിലായില്ല എന്ന് നിധി പറയുമ്പോൾ ജയന്തി പറയണ ഞാനാണ് കല്യാണ പെണ്ണ്, എന്റെ പേര് ജയന്തി. ആ ഭാസ്കരൻ പറയണ ഇത് ആദ്യമായിട്ടാണല്ലോ പെണ്ണ് ചെറുക്കന്റെ വീട്ടിലേക്ക് വന്ന് ചെറുക്കനെ കാണുന്നു, അങ്ങനെയുള്ള ആചാരങ്ങളൊന്നും ഇല്ലല്ലോ നമുക്ക്. ജയന്തിയുടെ ചെറിയമ്മ പറയുന്നു അങ്ങനെയല്ല, ആദ്യത്തെ കല്യാണത്തിന് എല്ലാം മുറ പോലെ ചെയ്തതാ, നല്ല രീതിയിൽ ഞങ്ങൾ ജയന്തിയുടെ കല്യാണം നടത്തി, പക്ഷെ ഒന്നും ശരിയായില്ല. രണ്ടാമത്തെ കല്യാണത്തില് ഒരു തെറ്റും സംഭവിക്കാതിരിക്കാനാ പെണ്ണിനെ കൂട്ടിക്കൊണ്ടു വന്നത്. ഇത് കേട്ട് എല്ലാവരും സുഭാഷിനെ നോക്കുമ്പോൾ സുഭാഷ് കുനിങ്ങി നിൽക്കുകയാണ്. ഭാസ്കരൻ ചോദിക്കുന്നു രണ്ടാമത്തെ കല്യാണോ? നിധി ചോദിക്കുന്നു സെക്കൻഡ് മാരേജ് ആണോ? അതേന്ന് ചെറിയമ്മ പറയുമ്പോൾ ജയന്തിയും അച്ഛനും അമ്മയും മുഖത്തോട് മുഖം നോക്കുകയാണ്. ദാസപ്പൻ ചോദിക്കുന്നു എന്താ മേസിരി വീട്ടിൽ ആരോടും പറഞ്ഞില്ലേ? അപ്പൊ സുഭാഷ് പറയണ ഞാൻ പറയാം. അപ്പൊ ജയന്തി പറയണ സാരമില്ല ഞാൻ തന്നെ പറയാം, ഇതെന്റെ സെക്കൻഡ് മാരേജാ, ഫസ്റ്റ് മാരേജ് എല്ലാം മുറപ്രകാരമാണ് നടന്നത്, പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒത്തുപോയില്ല, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായി. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ആ ജീവിതം വേണ്ടെന്ന് തീരുമാനിച്ചു. ഇപ്പം ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, കുറച്ചു നാളിനുള്ളിൽ ഡിവോഴ്സ് കിട്ടും. എല്ലാം ഞാൻ സുഭാഷിനെ മീറ്റ് ചെയ്തപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാ. ഇത് കേട്ട് സുഭാഷ് വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ ദേഷ്യത്തോടു കൂടി സുഭാഷിനെ നോക്കുകയാണ് ഭാസ്കരനും സുധീഷും നികേഷും ഹരീഷും. നിധി ടെൻഷനോട് കൂടി നിൽക്കുന്നു. ജയന്തി പറയണ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പറയുന്നതല്ലേ നല്ലത്. അപ്പൊ നിധി പറയണ സോറി സുഭാഷേട്ടൻ ഇതിനെ കുറിച്ച് നേരത്തെ ഞങ്ങളോട് പറഞ്ഞില്ല, ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു, തെറ്റിദ്ധരിക്കരുത്. ഡിവോഴ്സ് കിട്ടിയില്ലേന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ജയന്തിയുടെ അച്ഛൻ
അച്ഛൻ പറയുന്നു, കിട്ടും സുധീഷേ, 2-3 മാസത്തിനുള്ളിൽ ഡിവോഴ്സ് കിട്ടും. അപ്പൊ ജയന്തിയുടെ അമ്മ പറയുകയാണ്, എന്റെ മോള് ഒരുപാട് കഷ്ടപ്പെട്ടതാ, 5-6 വർഷം അവൾ ഒരുപാട് അനുഭവിച്ചു. ഇനി അവൾക്ക് ഇഷ്ടപ്പെടാത്ത ജീവിതം ജീവിക്കണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ അവളെ കൂട്ടിക്കൊണ്ടു വന്നേ. 3 വർഷമായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇപ്പം ഡിവോഴ്സിന് അപ്ലൈ ചെയ്തു. ഹരീഷ് മതിയെ സുധീഷിനോട് പറയണം, സുധീഷേട്ടാ എന്താ ഇത്, കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷം ആകുന്നെന്ന് പറയുന്നു, വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ട് 3 വർഷം ആകുന്നെന്ന് പറയുന്നു, അപ്പം 9 വർഷമായില്ലേ? സുഭാഷിനെക്കാളും പ്രായമുള്ള പെണ്ണാണെന്ന് തോന്നുന്നു. അങ്ങനെ എനിക്കും തോന്നുന്നതെന്ന് സുധീഷ് പറയുമ്പോൾ ജയന്തിയുടെ അച്ഛൻ പറയുകയാണ്, നേരത്തെ തന്നെ ഡിവോഴ്സ് വാങ്ങേണ്ടതായിരുന്നു, പക്ഷെ ഡിവോഴ്സ് തരില്ലാന്ന് ആ പയ്യൻ പറഞ്ഞു. ഇപ്പോഴാ സമ്മതിച്ചത്. ജയന്തി പറയുന്നു, ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് മാസങ്ങളായി, അധികം താമസിക്കാതെ ഡിവോഴ്സ് കിട്ടും. ചെറിയമ്മ പറയണം, നേരത്തെ സംഭവിച്ച തെറ്റ് വീണ്ടും സംഭവിക്കാൻ പാടില്ലല്ലോ, എന്താണെങ്കിലും തുറന്നു പറയണമെന്ന് കരുതിയാണ് ജയന്തിയും കൂടെ കൂട്ടിക്കൊണ്ടു വന്നത്. ജയന്തിയുടെ അച്ഛൻ ചോദിക്കുന്നു, സുഭാഷിന് മാസം വരുമാനം എത്രയുണ്ട്? ദാസപ്പൻ പറയണേ, എത്രയാണെന്ന് പറയാൻ പറ്റില്ല, ജോലിക്ക് അനുസരിച്ചാണ്. സുഭാഷ് നല്ല മേസ്തിരിയാ, തിരുവനന്തപുരത്ത് ഒരുപാട് ബിൽഡിങ്ങുകൾ സുഭാഷ് പണിയുന്നുണ്ട്. അങ്ങനെ ജയന്തിയും വീട്ടുകാരും സുഭാഷുമായി സംസാരിക്കുകയാണ്. സുധീഷും നിധിയും ഹരീഷും നികേഷും ഭാസ്കരനും വിഷമത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കുന്നു. ഭാസ്കരൻ ചോദിക്കുന്നു, മോളെ മോക്ക് എത്ര വയസ്സായി? അപ്പൊ ജയന്തി പറയണേ, എനിക്ക് 35 വയസ്സായി. ഭാസ്കരൻ ഞെട്ടി 35 എന്ന് ചോദിച്ച് സുഭാഷിനെ നോക്കുമ്പോൾ സുഭാഷ് പറയണ, അച്ഛാ അതൊക്കെ ഞങ്ങൾ നേരത്തെ സംസാരിച്ചത്, എനിക്കൊരു പ്രശ്നമില്ല. ഹരീഷ് മതിയെ സുധീഷിനോട് ചോദിക്കുന്നു, എന്താ സുധീഷേട്ടാ സുഭാഷൻ ഇങ്ങനെ പറയുന്നത്? അപ്പൊ സുധീഷ് പറയണ, നമുക്ക് സംസാരിക്കാം. ചെറിയമ്മ പറയണ, ചെറുക്കനും പെണ്ണിനും 3 വയസ്സിന്റെ വ്യത്യാസമുണ്ട്, അതൊക്കെ ഇപ്പൊ ആര് നോക്കുന്നു? ഞങ്ങൾ നോക്കുമെന്ന് ഭാസ്കരൻ പറയുമ്പോൾ സുഭാഷ് പറയണ, അച്ഛനൊന്നും മിണ്ടാതിരിക്കുവോ? ജയന്തിയുടെ അച്ഛൻ പറയുന്നു, അടുത്ത വെള്ളിയാഴ്ച നല്ല ദിവസയാ, അന്ന് നമുക്ക് നിശ്ചയം നടത്തിയാലോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെയാണോ? നികേഷ് ചോദിക്കുന്നു, നിശ്ചയമോ? ദാസപ്പൻ പറയണ, ഭാസ്കരേട്ടൻ പറയട്ടെ, അടുത്ത വെള്ളിയാഴ്ച വിവാഹ നിശ്ചയം നടത്താൻ പറ്റുമോ? അപ്പൊ ഭാസ്കരൻ പറയണ, എല്ലാം എന്നോട് ചോദിച്ചിട്ടല്ലേ ഇവിടെ നടക്കുന്നത്, എന്തെങ്കിലുമൊക്കെ ചെയ്. അങ്ങനെ ഭാസ്കരൻ പുറത്തേക്ക് പോകുമ്പോൾ എല്ലാവരും മുഖത്തോട് മുഖം നോക്കുകയാണ്. സുഭാഷ് പറയുന്നു, അച്ഛൻ അങ്ങനെയാ, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. അപ്പൊ ജയന്തിയുടെ അച്ഛൻ പറയണ, അത് സാരമില്ല സുഭാഷെ, ഞങ്ങൾക്ക് മനസ്സിലാകുമല്ലോ, വെള്ളിയാഴ്ച നമുക്ക് നിശ്ചയം നടത്തിയാലോ? സുഭാഷ് എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് പറയുന്നു, ആ നിശ്ചയം നടത്താം. ഇത് കേട്ട് ഞെട്ടി മുഖത്തോട് മുഖം നോക്കുകയാണ് നിധിയും സുധീഷും നികേഷും ഹരീഷും. ജയന്തിയുടെ അച്ഛൻ പറയുന്നു, സമയം നോക്കിയിട്ട് വിവരം അറിയിക്കാം, ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് പോവുകയാണ്. സുഭാഷ് സന്തോഷത്തോടു കൂടി കാറിന്റെ അരികിലേക്ക് ചെന്ന് ജയന്തിയോടും അച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിക്കുകയാണ്. ഇതെല്ലാം കണ്ട് സംശയത്തോടു കൂടി മുഖത്തോട് മുഖം നോക്കുകയാണ് നിധിയും മറ്റെല്ലാവരും. തുടർന്നുള്ള റിവ്യൂവിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്